ഇപ്പൊ നമ്മൾ ആസാമിലും ബംഗാളിലൊക്കെ ദാൽഹുദയുടെ തആവുനിന്റെ പദ്ധതി നടന്നുകൊണ്ടിരിക്കുക. ഒരു കുട്ടിക്ക് 500 രൂപയാണ്, വെറും 500 രൂപ ഒരു കുട്ടിക്ക് ഒരു കൊല്ലത്തേക്കുള്ള ചെലവ്. ഒരു ഗ്രാമം മൊത്തം ദത്തെടുക്കണമെങ്കിൽ 50,000 രൂപയാണ്. ഒരു മക്തബ്, ഒരു മദ്രസ ഒന്നാകെ ഏറ്റെടുക്കണമെങ്കിൽ 20,000 രൂപയാണ്. ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. അത്ര നമ്മളെ കൊണ്ടാവട്ടെ. 500 രൂപയ്ക്ക് ഒരു കുട്ടിയുടെ ചെലവ് ഒരു കൊല്ലത്തേക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുമോ? കിട്ടൂല. ഇപ്പൊ ചെലവ് കുറവാ. ഇനി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചെലവ് കൂടും. ഒരു ഗ്രാമം ഏറ്റെടുക്കണമെങ്കിൽ അവിടുത്തെ പ്രായമുള്ള ആൾക്കാർക്കുള്ള ക്ലാസ് അടക്കം, പെണ്ണുങ്ങൾക്കുള്ള ക്ലാസ് അടക്കം, മുച്ചാലിമീങ്ങൾക്കുള്ള ക്ലാസ് അടക്കം ഒരു കൊല്ലത്തേക്ക് 50,000 രൂപയാണ്. എന്തെങ്കിലും ലക്ഷ്യം ജീവിതത്തിൽ വെക്കി, അത് ഫലം കാണട്ടെ. സമസ്തയിലെ ജമിയത്തുൽ ഉലമ കേരളീയ മുസ്ലിമീങ്ങൾക്ക് സാധ്യമാക്കി തന്ന നമ്മുടെ മദ്രസ, അത്തരം ഒരു സാഹചര്യം നമ്മുടെ ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിലെ ആളുകൾക്കില്ല. നമുക്കൊക്കെ അറിയാലോ, പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മുസ്ലിമീങ്ങളെ പച്ചപ്പൊട്ട്, മറ്റൊരു ചുവന്ന പൊട്ട് ഇങ്ങനെ നടക്കുന്ന കാലം. ഹിജാബ് എന്താന്ന് പെണ്ണുങ്ങൾക്ക് അറിയാത്ത കാലം. നോമ്പ് നോറ്റിട്ട് ഞാൻ റമദാന് വേൾഡ് പറയാൻ പോയിട്ട് ഇൻഡോറിലാണോ എനിക്കറിയില്ല, ഇൻഡോറിലാണ്, മധ്യപ്രദേശിൽ. സുബഹിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞിട്ട് ജമാഅത്ത് നിസ്കരിച്ച് വരിക റമദാൻ മാസത്തിൽ കേട്ടോ. റമദാനിലാണല്ലോ കോളേജൊക്കെ പൂട്ടണത്. അപ്പൊ ഉറുദുവിൽ വേൾഡ് പറയാൻ വേണ്ടി പോകുന്ന ഒരു പരിപാടി ഉണ്ട് ദാറുദ്ദീൻ. അപ്പൊ കുറെ കുട്ടികൾ പോയിട്ടുണ്ടാവും. അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കട്ടെ. 1ാം സഫില് ഇമാമിന്റെ പിന്നിൽ നിന്നിട്ട് നിസ്കരിച്ച് സുബഹി നിസ്കരിച്ച് പള്ളിയിൽ നിന്നിട്ടൊരു ചായക്കടയാണ്. അവിടെ ഇരുന്നിട്ട് നല്ല കടുപ്പുള്ള ചായ കുടിച്ചിട്ട് അവർ പോണത്. അപ്പൊ എന്തോ ആരോ പറഞ്ഞിട്ടുണ്ട്, സൂര്യ ഉദിച്ചത് മുതൽ മഗ്‌രിബ് വരെയാണ് നോമ്പ് നേറ്റം വിചാരിച്ചിട്ടുണ്ടാവും. അറിയില്ല. കൂളായിട്ട് ചായ കുടിക്കുന്നുണ്ട്. നിസ്കരിച്ച് നേരെ പള്ളീന്റെ മുമ്പിലാണ്. സുബഹി നിസ്കരിച്ചിട്ട് ചായ കുടിക്കുക, കാലിച്ചായ സുന്നത്തിൽ നിന്നിട്ട് ആരും പറഞ്ഞു കൊടുത്തായിട്ട് അറിയില്ല. ജാഹിലീങ്ങളായിട്ട് ജീവിക്കുകയാണ്. പഠിച്ചോനെ, നമുക്കൊക്കെ വലിയ ബാധ്യതയല്ലേ അവരൊക്കെ ദീനിലേക്ക് കൊണ്ടുവരാൻ. 21 കോടി മുസ്ലിമീങ്ങളുണ്ടെന്ന 1 കോടി ഇപ്പൊ കേരളത്തിൽ ഉണ്ടാവുള്ളൂ. ബാക്കി 20 കോടി കേരളത്തിന്റെ പുറത്താണ്. എന്താണ് ദീൻ എന്നറിയാതെ ജീവിക്കാൻ. അതിനാണ് ഇപ്പോ ഹാദിയ ദാറുൽ അലുമിനി, അവിടുത്തെ മുതഅല്ലിമീങ്ങൾ, ഹുദവിമാർ കഷ്ടപ്പെടാൻ. കറണ്ടും ഇല്ല, വെള്ളമില്ല, റോഡില്ല, പൊടിയും നല്ല ഭക്ഷണം കിട്ടൂല. ബൈക്കിലും സൈക്കിളിലും ഒക്കെ പോയിട്ടാണ് കുട്ടികളെ മദ്രസക്ക് കൊണ്ടുവരുന്നത്. യാ അല്ലാഹ്, നമുക്ക് പൈസ അയച്ചു കൊടുത്താൽ പോലെ ഗൂഗിൾ പേ ചെയ്താൽ നമ്മൾ പണി തീർന്നു. ഇത് ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നവരുടെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവരൊക്കെ ചെയ്യുന്ന ത്യാഗത്തിന്റെ 100-1 ഞാനൊന്നും ചെയ്യുന്നുണ്ടാവില്ല. കാരണം അവർ ചെയ്യുന്നത് കഷ്ടപ്പാടിൽ നിന്നുകൊണ്ടാണ്. ഫാന് പോലും ഇല്ലാതെ, ഒരു ഭക്ഷണം നല്ലത് കിട്ടാതെ, കാലാവസ്ഥ. ആസാമിൽ പോയിരുന്നു ഞങ്ങളെന്ന് പോയി. നല്ല മഴയാ, മഴ പെയ്തിട്ട് ചൂട്. മഴ എങ്ങനെ പെയ്യണം, എനിക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. 2 ഫാനൊക്കെ അപ്പുറപ്പുറം വെച്ചിട്ടാണ് കിടന്നത്. ജനലൊക്കെ തുറന്നിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ചൂട് അത്ര, അങ്ങനത്തെ ഒരു റിജിഡ് കാലാവസ്ഥയാണ്. ഇതിലൊക്കെ നമ്മുടെ മുച്ചാലിമി, നമ്മുടെ ഉസ്താദുമാര്, ഹുദവി ഉസ്താദുമാര്, അള്ളാഹുവിന്റെ ദീനിന് അവിടെയൊക്കെ സ്കോപ്പ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ നടക്കും. ഹിജ്റ ചെയ്തുകൊണ്ടാണ് നബി തങ്ങൾ ത്യാഗം ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു ലക്ഷ്യം വെക്കും ജീവിതത്തിൽ. ഒരു മക്തബ് അള്ളാഹുവിന് വേണ്ടി ഞാൻ ഏറ്റെടുക്കും. ഒരു മക്തബ്, ഒരു മദ്രസ 20,000 രൂപയാണ് ഒരു കൊല്ലത്തേക്ക്. അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അസാമി ഭാഷയിൽ, ബംഗ്ലാ ഭാഷയിൽ, ബിഹാരി ഭാഷയിൽ, മറാഠി ഭാഷയിൽ, പുറമെ ഉറുദുവിലും. അപ്പോ ഇതൊക്കെ ചെറിയ സംഗതിയല്ല. നമ്മളൊക്കെ എന്താ ചെയ്യണത്? നമുക്ക് അവരെയൊക്കെ ഒന്ന് കൈപിടിക്കാം, ഒന്ന് സഹായിക്കാം. ഇതാ ഞങ്ങൾ പിന്നിലുണ്ട് കേട്ടോ, നിങ്ങൾ പ്രവർത്തിച്ചോളൂ. 5 പൈസ കമ്മീഷൻ വാങ്ങിക്കാതെ പ്രവർത്തിക്കുന്നത്. തുച്ഛമായ ശമ്പളത്തിന് അവരൊക്കെ ഗൾഫിൽ വന്നാൽ നല്ല ജോലി കിട്ടും. നല്ല കഴിവുള്ള മക്കളല്ലേ. പക്ഷേ അവർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അള്ളാഹു തസ്ഖീർ ചെയ്ത പോലെ പടച്ചവന്റെ വലിയൊരു ഹിക്മത്ത് അതിലുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോഴേ നിങ്ങൾ അതൊന്ന് റെസ്പോണ്ട് ചെയ്യണം. വെറുതെ നോക്കി ക്ലിക്ക് ചെയ്ത് പോവരുത്. എന്ത് ചെയ്യണം? എന്തെങ്കിലും നമ്മൾ ചെയ്യണം. ഒരു മുമ്പിൽ ഒരു കാര്യം എത്തിയിട്ട് റിയാക്ട് ചെയ്യണം. ഒന്നും ചെയ്യാതെ നിന്ന് പോകരുത്. ലക്ഷ്യം വേണം ജീവിതത്തിൽ. നമ്മുടെ ജീവിതം വെറുതെ ആവരുത്. കുട്ടികള്, എന്റെ കുട്ടികള്, എന്റെ പെണ്ണുങ്ങള്, എന്റെ വീട്, എന്റെ ജോലി, എന്റെ വണ്ടി ഒക്കെ ചെറിയ ലോ ലെവൽ തിങ്കിങ് ആണ്. എന്റെ അയൽവാസി, എന്റെ മഹല്ല്, എന്റെ നാട്, മുസ്ലിം ഉമ്മത്ത്, ഈ ലോകം, അങ്ങനെ ചിന്തിക്കാൻ കഴിയും. അതാണ് അല്ലാഹു തൗഫീഖ് ചെയ്ത ആളുകൾ അങ്ങനെ ചിന്തിക്കുക. ദൂരത്തേക്ക് ചിന്തിക്കണം, ചുറ്റുവട്ടങ്ങളിലേക്ക് ചിന്തിക്കണം. ലക്ഷ്യബോധമുള്ള ഒരു ഉമ്മത്തായിട്ട് ഉമ്മത്ത് മാറണം. വെറുതെ ഞാനും കുട്ടികളും, എന്റെ കുട്ടികൾ, എന്റെ കാര്യം അങ്ങനെ ആവരുത്. ദ്വാരക്കുമ്പം പോലും നമ്മളൊക്കെ പറയാം, എന്റെ അസുഖം മാറ്റി തരണേ, എന്റെ കുട്ടിയുടെ പനി മാറ്റി തരണേ, എന്റെ കാലിന്റെ വേദന മാറ്റി തരണേ, ഉമ്മാന്റെ ഉരവേദന മാറ്റി തരണേ, ഒക്കെ ദ്വാരുന്നോളി. പക്ഷെ ഉമ്മത്തിന്റെ വേദന മാറ്റി കൊടുക്കണേ എന്ന് പുണ്യ നബിയുടെ ഉമ്മത്തിന് വേണ്ടി ദ്വാരക്കാൻ മറക്കരുത്. അല്ലാഹു അല്ലാഹു
അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു 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 അല്ലാഹ്